ഹായ് നമസ്കാരം. ശരത് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. അതായത് എൻ്റെ ബ്രദറിന് ഒരു സ്ഥലമുണ്ട് വയനാട്ടിൽ. അപ്പം അവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവയും നാട്ടിൽ കാണാത്ത ടൈപ്പ് കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം ഈ പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ അബിയു കുറേ പേര് കഴിച്ചിട്ടുണ്ടാവും, കുറേ പേര് കഴിക്കാത്തവരായിട്ടുണ്ടാവും. അപ്പം അബിയു നല്ല പഴുത്ത് പാകമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് അബിയു കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അന്ന് അതിൻ്റെ ആ ഒരു ഇത് എന്താണ് അതിൻ്റെ ആ ഒരു ഞാൻ അന്ന് കഴിച്ച ഫ്രൂട്ടിൻ്റെ കുഴപ്പമാണോ എനിക്കറിയില്ല. ഞാൻ ഇന്ന് ഇവിടുന്ന് കഴിച്ച അബ്യൂ സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു അബ്യൂ കാഴ്ച നിൽക്കുന്നതും അത് പറിക്കുന്നതും അത് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അഭിപ്രായമൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ശരത് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മളെ ഫ്രൂട്ട്സ് ഗാർഡനിലേക്ക് പോകുന്ന ആ ഒരു വഴി. അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് നട്ടിരിക്കുന്നത്. പലതരം ഓറഞ്ചുകളുണ്ട്, അങ്ങനെ അബിയു, അങ്ങനെ ഒരുപാടുണ്ട്. അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിക്കാം, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് മെയിൻ ആൾ ഈ അബിയു എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി അത് കാണാൻ വേണ്ടിയിട്ട്. അബിയു തന്നെ ഞങ്ങളുടെ കയ്യിലുള്ളത് 2 വെറൈറ്റി ഉണ്ട്. ഇതാണ് ജയൻ്റ് അബിയു, അല്ലെങ്കിൽ നിപ്പിൾ ടൈപ്പ് അബിയു എന്നും പറയും. ഇത് ഒരു ഫ്രൂട്ട് തന്നെ ഏകദേശം ഒരു കിലോൻ്റെ അടുത്തല്ല, 1 കിലോൻ്റെ മുകളിലൊക്കെ പോകും. 3 ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതിൽ 1 കേടായിപ്പോയി. കാരണം മഴയായിരുന്നു, ഞങ്ങൾ പറിക്കാനും വേറെ കുറച്ച് തിരക്കുകൊണ്ട് പറ്റിയില്ല. ഇതൊക്കെ പലതരത്തിലുള്ള മാമേ സപ്പോട്ട, അങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഇതൊരു ചാമ്പയാണ്, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു പനിനീരിനൊക്കെ ടേസ്റ്റ് ഉണ്ട്, എന്നാലും ഒരു പേരുണ്ട്. ഒരുപാട് കായ്ക്കുന്നുണ്ട്, ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഈ മഴയായതുകൊണ്ട് വലിയൊരു ടേസ്റ്റും ഇല്ല. കുറേയൊക്കെ കിളികളൊക്കെ കൊണ്ടുപോകും. ഈ കാണുന്ന അവക്കാഡോ ആണ് നമ്മുടെ ബട്ടർ ഫ്രൂട്ട്, അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അബിയൂല് ചെറിയൊരു കേട് പോലെ ഉണ്ടായിരുന്നു, പക്ഷേ മുറിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ 2 എണ്ണമാണ്, ഏകദേശം 2 എണ്ണം വെയിറ്റ് നോക്കിയപ്പോൾ തന്നെ ഏകദേശം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ജിമ്മിക്കുട്ടനാട്ടോ, ഞങ്ങളുടെ പുതിയ അതിഥിയാണ്. ഈ ജിമ്മിയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അവനും ഇങ്ങനെ ഞങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ എല്ലാം പറിക്കാനും വളമിടാനും എല്ലാത്തിനും കൂടെ വരും. അപ്പോൾ അബിയു നമ്മൾ പറിച്ചിട്ട് താഴേക്ക് വന്നു. ഇത് ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. അപ്പം അബിയു ഇങ്ങനെ പറിച്ചിട്ട് കഴിക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഒരു സ്ഥലത്തുണ്ടായ ആ ഒരു അബിയു കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. പുറത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ അബിയു ഒന്ന് കഴിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ എൻ്റെ ബ്രദറാണത് അബിയു കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള സീഡുണ്ട്, ആ സീഡ് നമുക്ക് മുളപ്പിക്കാൻ പറ്റും കേട്ടോ. ഇതിൽ നമുക്ക് 2 സീഡാണ് കിട്ടിയത്. ഇതിന് മുമ്പ് ഇവിടുന്ന് ബ്രദർ പറിച്ചപ്പം 1 സീഡേ കിട്ടിയിട്ടില്ല, ഇതിൽ 2 സീഡ് ഉണ്ടായിരുന്നു. നല്ല വലിയ സീഡാണ്, പക്ഷേ ആ ഉള്ളിലുള്ള ഫ്ലഷ് കണ്ടോ, അത് നമുക്ക് സ്കൂപ്പ് ചെയ്ത് കഴിക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പുഡിങ് അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ആ ഒരു ഫ്ലേവറാണ് ഈ സാധനത്തിലുള്ളത്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ലാസ്റ്റ് പറയാം. എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, അഭിപ്രായമൊക്കെ ഒന്ന് പറയാം കേട്ടോ. നല്ല മധുരമാണ്, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പുഡിങ് എല്ലാം കഴിക്കില്ലേ, ഇതൊരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിച്ചുകൂടെ കുറച്ചും കൂടെ ഒരു രസമായിരിക്കും. ഒരു ഐസ്ക്രീമൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു പുഡിങ്ങൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീലിലേക്ക് വരും. എന്തായാലും അടിപൊളി ഫ്രൂട്ടാണ് അബിയു.